ഡോക്ടർ മോഹൻ വർഗീസ്. താങ്കൾ ഏറെ ചർച്ച ചെയ്ത നിമിഷപ്രിയയുടെ കേസിൽ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആശ്വാസകരമായ വാർത്തകളാണ് വരുന്നത്. എന്തായിരിക്കും തുടർ നടപടികൾ എന്നാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? ഒരിക്കൽ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറായി എന്ന് തന്നെയാണ് അതിന്റെ ആദ്യ സൂചന. അതിന് ഘടനാപരമായ ഒരു രൂപമുണ്ടാകണം, അത് കോടതിയിലെത്തണം, കോടതി വീണ്ടും. അതുകൊണ്ട് ഒരിക്കൽ മാപ്പ് നൽകി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കുറ്റവിമുക്തയാക്കി നാട്ടിൽ തിരിച്ചെത്തും എന്നർത്ഥമില്ല. അതുകൊണ്ട് ഒരു നിയമം അനുശാസിക്കുന്ന രീതിയിൽ ശിക്ഷാവിധി കോടതിക്ക് പുനഃപരിശോധിച്ചതേ കേസിന്റെ ന്യായാന്യായങ്ങൾ പുനഃപരിശോധിച്ച് മറ്റൊരു വിധിന്യായത്തിലൂടെ ശിക്ഷയെ പുനഃക്രമീകരിക്കാൻ കഴിയും എന്നതാണ് അവിടുത്തെ നിയമ സംവിധാനം. അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ്. ഇപ്പോൾ ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് ഔപചാരികമായി വന്നിട്ടില്ല എന്നതുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ വിശകലനം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടാവില്ല. ഒരുപക്ഷെ കുടുംബം കുറച്ചുകൂടി ഓപ്പണായി ഒരു പ്രഖ്യാപനത്തിലൂടെ അത് പൊതുവെ അറിയിക്കേണ്ട കാര്യമുണ്ട്. ഒരുപക്ഷെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ചയിൽ നിമിഷപ്രിയയുടെ അമ്മയും തലാലിന്റെ സഹോദരൻ മെഹദി ഒക്കെ തമ്മിലുള്ള സംസാരത്തിൽ ഒരുപക്ഷെ ധാരണകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അനൗപചാരിക രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ ഗുണം ചെയ്തു കഴിഞ്ഞു എന്ന മട്ടിൽ തന്നെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും സ്വാഗതാർഹമായ കാര്യമാണ്. ശ്രീ മോഹൻ വർഗീസ്, അതുപോലെ തന്നെ ഈ തലാലിന്റെ കുടുംബം ദിയാധനം സ്വീകരിക്കില്ല എന്നൊരു നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവർ അത് സ്വീകരിക്കാതിരുന്നാൽ ഒരു മോചനം സാധ്യമാകുമോ? അങ്ങനെ ആ രീതിയിൽ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? ആ രീതിയിൽ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ദിയാധനം ഒരു കണ്ടീഷണൽ ഒരു കാര്യമല്ല. അതാണ് ഇസ്ലാമിക നിയമം. ദിയാധനം എന്ന് പറയുന്നത് മാപ്പ് നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു ദിയാധനം അവിടെ കൈമാറ്റം ചെയ്യപ്പെടും. അല്ലാതെ ഇത്ര തുക തന്നെങ്കിൽ മാത്രമേ മാപ്പ് നൽകൂ എന്ന് പറയുന്നത് ഒരു കച്ചവട ഇടപാടാണ്. ഇതൊരിക്കലും ഒരു കച്ചവട ഇടപാടല്ല. അതുകൊണ്ട് മാപ്പ് നൽകാൻ കുടുംബം സന്നദ്ധമായി കഴിയുമ്പോൾ ദിയാധനം ഓട്ടോമാറ്റിക്കലി രംഗത്ത് വരികയാണ്. പിന്നെ അത് എത്രയാണ് പരസ്പരം കൈമാറേണ്ടത് എന്നതിനെ കുറിച്ചൊരു ധാരണയാണ് ഉണ്ടാകേണ്ടത്. അവിടെയാണ് ഈ ഇന്റർലോക്യൂട്ടേഴ്സിന്റെ പ്രസക്തി വരുന്നത്. അവിടെയാണ്. അതുകൊണ്ട് ദിയാധനം തീർച്ചയായും മാപ്പ് നൽകി കഴിഞ്ഞാൽ ദിയാധനം കൈമാറ്റം ചെയ്യപ്പെട്ടേക്കാം. അത് എത്ര എന്ന് അറിയുന്നത് ശ്രമകരമായ ഒരു കാര്യവുമാണ്. അത് ആ രീതിയിൽ ഒരുപക്ഷെ പബ്ലിഷ് ചെയ്യുന്നത് തലാലിന്റെ കുടുംബം ആഗ്രഹിക്കുമോ എന്നറിയില്ല. കാരണം ഇതൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. തലാൽ ഉൾപ്പെടുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി, മെഹദി ട്രൈബൽ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ തന്നെ വലിയ കോലാഹലമുണ്ടായ ഒരു കൊലപാതകമാണ് നടന്നത്. അതുകൊണ്ട് ദിയാധനം വാങ്ങിച്ചുകൊണ്ട്, ഒരു ബിസിനസ് മോഡലിൽ ദിയാധനം വാങ്ങിച്ചുകൊണ്ട് മാപ്പാക്കി എന്ന് പറയുമ്പോൾ തലാലിന്റെ സഹോദരനും കുടുംബത്തിനും കഴിഞ്ഞുകൂടുക എന്ന് പറയുന്നത് ദുഷ്കരമായി വരും. അതുകൊണ്ടാണ് ഇതൊരു പബ്ലിക് സ്പേസിലേക്ക് ദിയാധനത്തെ കുറിച്ചുള്ള ചർച്ചകൾ പോകുന്നത്. തലാലിന്റെ കുടുംബം ഒരു രീതിയിലും അത് ആശ്വാസകരമായ കാര്യമായി കരുതില്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഒരുപക്ഷെ നിഗൂഢമായി തന്നെ നിലനിൽക്കാനാണ് സാധ്യത. സ്വാഭാവികമായും അത് അപ്പോൾ ഈ ഒരു വധശിക്ഷ റദ്ദാക്കുക, അതിനുശേഷം മോചിപ്പിക്കുക, അത് കോടതിയുടെ പരിഗണനയിലേക്കാണോ കൂടുതലായി വരിക? മോചനം ആ ഒരു രീതിയിലേക്ക് പറയാനുള്ള സമയമായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നിലവിൽ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഔപചാരികമായി നിലവിലുള്ളത്. ആ വധശിക്ഷ ഇപ്പോൾ കിട്ടുന്ന ലേറ്റസ്റ്റ് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. അപ്പോഴും ശിക്ഷ ഉണ്ട്. അത് വധശിക്ഷ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ വധശിക്ഷ മറ്റൊരു പ്രക്രിയയിലൂടെ അല്ലാതെ അതിനെ കമ്മ്യൂട്ട് ചെയ്യാനോ മാറ്റിയെടുക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് വീണ്ടും ഒരു വിചാരണ നടന്ന് എന്ത് ശിക്ഷയാണോ കുടുംബം ദിയാധനം സ്വീകരിച്ചുകൊണ്ടോ അല്ലാതെയോ മാപ്പ് കൊടുത്ത സ്ഥിതിക്ക് കോടതിയിലേക്ക് വീണ്ടും ഈ വിഷയം എത്തുകയും കോടതി ഉചിതമായ ഒരു ശിക്ഷാവിധി പറയുകയും ചെയ്യുക എന്നതാണ് കരണീയമായ ഒരു കാര്യം. അപ്പോൾ വീണ്ടും ഇനിയൊരു വിചാരണ ഉണ്ടാകുമെന്നാണ് താങ്കൾ പറയുന്നത്? ആ രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അതീവ സങ്കീർണമാണ്. അവിടുത്തെ നിയമവ്യവസ്ഥിതി അതീവ സങ്കീർണമാണ്. അതുകൊണ്ട് ഇനി ഒരു വിചാരണ ഒഴിവാക്കിക്കൊണ്ട് നിമിഷപ്രിയെ ഉടനടി വിട്ടുകൊടുക്കുകയും അങ്ങനെ കേരളത്തിലെത്തിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് പൂർണ്ണമായി നടക്കുന്ന കാര്യമാണ് എന്ന് ഈ ഘട്ടത്തിൽ എനിക്ക് കരുതാനാവില്ല. അങ്ങനെയെങ്കിൽ ഈ സഹോദരൻ എതിർപ്പ് പറഞ്ഞിരുന്നല്ലോ ആദ്യഘട്ടത്തിലെല്ലാം, തലാലിന്റെ സഹോദരൻ, ആ ഒരു എതിർപ്പ് ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക? സഹോദരൻ എതിർപ്പ് പറഞ്ഞതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. കേരളത്തിൽ അതിഭീകരമായ രീതിയിലാണ് മാധ്യമ വിചാരണ ഇവിടെ ഉണ്ടായത്. വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. അതൊരു
പോസിറ്റീവായിട്ട് ഒരു മലയാളി യമനിൽ തടവിലായി വിട്ട് കിട്ടപ്പെടണം എന്ന ആഗ്രഹത്തിൽ സതുദ്ദേശപരമായി ചർച്ച ചെയ്തവരുണ്ട്, പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടി ചർച്ച ചെയ്തവരുണ്ട്. ഇതെല്ലാം തന്നെ യമനിലെ ആ ഗോത്രം അല്ലെങ്കിൽ തലാലിന്റെ ഫാമിലി അംഗങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അത് വേണ്ട രീതിയിൽ ഇവിടുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അങ്ങനെയുള്ള വീരന്മാരും ഉണ്ട് ഇവിടെ. അപ്പൊ അതെല്ലാം ഉള്ള സ്ഥിതിക്ക് തലാലിന്റെ കുടുംബത്തിന്റെ മുഖം വീണ്ടും 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 നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും വികൃതമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് തലാലിന്റെ സഹോദരൻ പല ആവർത്തി ഫേസ്ബുക്ക് മെസ്സേജിലൂടെയും ഒക്കെ ലോകത്തെ തങ്ങളുടെ നിലപാടുകൾ അറിയിച്ചത്. അപ്പൊ അവിടെയൊക്കെ ഈ ദയാധനം വാങ്ങിച്ചുകൊണ്ട് ഒരു മാപ്പ് എന്ന ഒരു ആശയം ഒരിക്കൽ പോലും കുടുംബത്തിലെ ഒരംഗവും, സഹോദരൻ ഉൾപ്പെടെ ഒരംഗവും നാളിതുവരെ പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അതിനുള്ള സൂചനകളുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെയും വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള കൂടുതൽ സ്ഥിരീകരണമാണ് ഇപ്പോഴും അപൂർണമായി ആ ഒരു റിപ്പോർട്ട് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും സ്ഥിരീകരണമായി എന്ന് പറയുമ്പോൾ വധശിക്ഷ റദ്ദാക്കപ്പെട്ടു എന്നതിന്റെ ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. കുടുംബം ഇടപെട്ടിരിക്കുന്നു, കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് നിയമ സംവിധാനത്തിന് മുമ്പിൽ ഒരു കടലാസ് കഷ്ണം എത്തിയിരിക്കുന്നു, മാപ്പ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇനിയിപ്പം പന്ത് കോടതിയുടെ കോർട്ടിലാണ്. അത് കോടതിക്ക് ഏത് രീതിയിലാണ് ഇനിയുള്ള വിചാരണ അല്ലെങ്കിൽ ഇനിയുള്ള ശിക്ഷാ നടപടികളുടെ ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് എന്നത് പൂർണ്ണമായും കോടതിക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. വളരെയധികം നന്ദി ശ്രീ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മനു ഭരത് വീണ്ടും ചേരുകയാണ്. മനു ഭരത്, ഈ ശരീഅത്തുമായി ബന്ധപ്പെട്ട